ഹലോ വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് മോഡൽസിനകത്ത് വരുന്ന ലേയേർഡ് ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ആ ആർക്കിടെക്ചറിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ നെറ്റ്വർക്കിന്റെ കോംപ്ലക്സിറ്റി എന്താണ് എന്നുള്ളതൊന്ന് ഓർത്തിട്ട് പോവാം. അപ്പൊ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡിവൈസുകൾ കണക്റ്റഡ് ആയിരിക്കും. ഈ എല്ലാ ഡിവൈസുകളും തന്നെ ഒരേ കോൺഫിഗറേഷനിലാവണമെന്നില്ല, ഡിഫറെന്റ് കോൺഫിഗറേഷനിൽ വരുന്നതായിരിക്കാം. ഇപ്പൊ സപ്പോസ് എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം മാക് OS ആയിരിക്കാം, ഒരെണ്ണം വിൻഡോസ് ആയിരിക്കാം, വേറൊരെണ്ണത്തിൽ യൂസ് ചെയ്യുന്നത് ലിനക്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഓരോരോ കോൺഫിഗറേഷനിൽ വരുന്ന ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ട്രാൻസ്മിഷൻ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുമ്പോൾ അത് വയേർഡ് ആയിരിക്കാം, വയർലെസ് ആയിരിക്കാം. ഇതൊന്നും കൂടാതെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഡിവൈസുകളായിട്ടുള്ള ഹബ്ബ്, സ്വിച്ച്, റൗട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് കൂടാതെ അവർ ടോപ്പോളജീസ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടാണ് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് സൈസിലുള്ള നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണ്? ഈ ഹ്യൂജ് സൈസും അതുപോലെ കോംപ്ലക്സിറ്റി വരുന്ന സമയത്ത് ഇവിടെ എറർ ഒന്നും ഇല്ലാതെ റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ എറേഴ്സ് ഒന്നും ഇല്ലാതെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസൈനിങ് ഫേസിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ എറർ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് എറർ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്റെ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എറർ എവിടെ സംഭവിച്ചു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം, അത് സോൾവ് ചെയ്യാൻ പറ്റണം. അത്തരം കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആർക്കിടെക്ചർ ആണ് ലേയേർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ പേര് പറയുന്നത് പോലെ തന്നെ ഇവിടെ കുറെ ലേയേഴ്സ് വരുന്നത്. എങ്ങനെയാണ് ലേയേഴ്സ് വരുന്നത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വലിയ പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല ഈസി വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ആ പ്രോബ്ലത്തിന് സബ് പ്രോബ്ലംസ് അല്ലെങ്കിൽ കുട്ടി കുട്ടി ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യുക. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ ലേയേർഡ് ആർക്കിടെക്ചറിനകത്തും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ എൻറ്റയർ നെറ്റ്വർക്ക് പ്രോസസ്സിനെ സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ സബ് ടാസ്കുകളെയും ഓരോ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഓരോ ലെയേഴ്സിനും അതിൻ്റെത് മാത്രമായിട്ടുള്ള ടാസ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡയഗ്രാം നോക്കി, ഇവിടെ ഇപ്പൊ 3 ലെയർ ഉള്ള ഒരു ആർക്കിടെക്ചർ ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഓരോ ലെയേഴ്സും അവരുടേതായിട്ടുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ടാസ്ക് മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും മറ്റു ലെയറിൽ വരുന്ന ഫംഗ്ഷൻ ഒരു ലെയർ ഏറ്റെടുത്ത് ചെയ്യുന്നില്ല. പിന്നീട് ഈ ലെയറുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും കൂടി നടക്കുന്നുണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മുടെ ഈ ലെയർ 2 കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ലെയർ 3ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനും പാസ് ചെയ്യുന്നുണ്ടായിരിക്കും, ലെയർ 1ലേക്ക് വേണ്ടുന്ന ഇൻഫർമേഷനും പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ലെയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ലെയറുകൾ തമ്മിൽ അല്ലാതെ ഒരു വിർച്വൽ കമ്മ്യൂണിക്കേഷനും കൂടി നടക്കുന്നുണ്ട്. വിർച്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പിയർ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലെയർ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ ലെയർ 2 വരുന്നത് അവർ തമ്മിൽ ഒരു കോമൺ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് അവരുടെ തമ്മിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, അത് ഫോളോ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഓരോ ലെയേഴ്സിന്റെ ഇടയ്ക്ക്, പിയർ ലെയേഴ്സിന്റെ ഇടയ്ക്ക് ഒരു പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. അത് നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു TV പാഴ്സൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒന്നിൽ കൂടുതൽ റാപ്പിംഗ് ആവശ്യമായിട്ട് വരും. ആദ്യം ഒരു ബബിൾ റാപ്പ് വഴി റാപ്പ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ബോക്സിനകത്താക്കുന്നു, പിന്നെ നമുക്കൊരു വുഡൻ ബോക്സിനകത്ത് പാക്ക് ചെയ്യാം. അങ്ങനെ 3 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതെങ്കിൽ പാക്കിംഗ് ചെയ്തിട്ട് അത് നമ്മളൊരു ട്രാൻസ്പോർട്ട് മീഡിയ വഴി സെൻഡ് ചെയ്യും. അതായത് ട്രെയിൻ വഴിയോ ഏതെങ്കിലും ഒരു വെഹിക്കിൾ വഴി നമ്മൾ അത് സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്ത് റിസീവർ സൈഡിൽ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആദ്യം നമ്മൾ റിവേഴ്സ് ഓപ്പറേഷൻ നടക്കും. അതായത് ലാസ്റ്റ് നമ്മൾ ഒരു വുഡൻ ബോക്സിൽ അതാണ് പാക്ക് ചെയ്തെങ്കിൽ അതാണ് റിമൂവ് ചെയ്യുന്നത്, അല്ലെ? അതായത് ഇവിടെ നടക്കുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോസസ് നടക്കും. ദെൻ നെക്സ്റ്റ് ലെയറിലോട്ട് വരുമ്പോൾ നെക്സ്റ്റ് ബോക്സ് ഏതായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് റിമൂവ് ചെയ്യും. ഇവിടെ നടക്കുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോസസ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ്, ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു TV പാഴ്സൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം ഇവിടെ നടക്കുന്ന അതേ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തും ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും ഒരേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഡാറ്റ ഫ്ലോ എങ്ങോട്ടാണോ അതിനനുസരിച്ചിട്ടാണ് അവർ റിവേഴ്സ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ സെയിം ലെവൽ ഓപ്പറേഷൻ ആണോ നടക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ ഒരു ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെയർ 2 ഫോളോ ചെയ്യുന്നത് എൻകാപ്സുലേഷൻ ഡീകാപ്സുലേഷൻ എന്നുള്ള ഒരു വർക്കാണെങ്കിൽ ലെയർ 2 എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ആണ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ഡാറ്റ ഇവിടെ എത്തുമ്പോൾ ലെയർ 2ൽ എത്തുമ്പോൾ അതിനെ എൻകാപ്സുലേറ്റ് ചെയ്യും. ദെൻ ലെയർ 1ലേക്ക് എത്തുമ്പോൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് അതൊരു ട്രാൻസ്മിഷൻ മീഡിയയിലോട്ട് പാസ് ചെയ്യും. ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുമ്പോൾ അവിടെ സിഗ്നൽസ് ആയിട്ടാണ് പോകുന്നത്. ആ സിഗ്നൽ ഫോമിലോട്ട് പാസ് ചെയ്തതിനു ശേഷം റിസീവർ എൻഡിൽ എത്തുമ്പോൾ
ചെയ്യുമ്പോൾ ഇവിടെ എൻക്രിപ്റ്റ് ചെയ്തതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലെയർ 1 ഇവിടെ ചെയ്യുന്നത്, അതായത് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഡീക്രിപ്ഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ, ഒരിക്കലും ഈ ഒരു ലെയറിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു TV പാഴ്സൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, അപ്പൊ ഇവിടെ ഈ ഒരു വുഡൻ ബോക്സിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഇവർ അതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവർ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് ലെയർ 2 ആയിട്ടോ ലെയർ 3 ആയിട്ടോ അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു കോമൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇവിടെ നടന്നതിന്റെ എൻക്രിപ്ഷൻ ആണ് നടന്നെങ്കിൽ എൻക്രിപ്ഷന്റെ ഡീക്രിപ്ഷൻ ഓപ്പോസിറ്റ് റിവേഴ്സ് ഓപ്പറേഷൻ നടക്കും. ദെൻ നെക്സ്റ്റ് ലെയറിലോട്ട് പോകുമ്പോൾ എവിടെ എൻകാപ്സുലേഷൻ ആയിരുന്നു നടന്നെങ്കിൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡികാപ്സുലേഷൻ എന്നുള്ള ഒരു പ്രോസസ് ആയിരിക്കും നടക്കുക. അങ്ങനെയാണ് ആക്ച്വൽ ഡാറ്റ റിസീവർ സൈഡിലോട്ട് എത്തുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ലെയർഡ് ആർക്കിടെക്ചർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കൊണ്ടുള്ള മെയിൻ എയിം എന്ന് പറയുന്നത് എന്തിനായിരുന്നു? ഒന്ന് മോഡുലാരിറ്റി കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷനാലിറ്റി റിയൂസും കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അറിയേണ്ട കാര്യം എന്താണ്? എന്തെല്ലാം ഫണ്ടമെന്റൽ കോമ്പണൻസ് ആണ് ഈ ഒരു ലെയർഡ് ആർക്കിടെക്ചറിൽ വരുന്നത്? അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വരുന്നത് സർവീസ് ആണ്. സർവീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എ കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് പ്രൊവൈഡഡ് ബൈ എ ലെയർ ടു എ ഹയർ ഓർ ലോവർ ലെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലെയേഴ്സും കുറച്ച് ഫംഗ്ഷൻസ് ടാസ്കുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് എന്തിനാണ് ചെയ്യുന്നത്? ആ ടാസ്ക് ചെയ്യുന്നത് തൊട്ട് മേലേക്കുള്ള ലെയറിലോട്ടും അതുപോലെ തന്നെ താഴേക്ക് ലെയറിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതാണ് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ പ്രോട്ടോകോൾസ്. നമ്മൾ പറഞ്ഞു ഓരോ പിയർ ലെയറിന്റെ ഇടയ്ക്ക് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്റർമീഡിയറ്റ് ലെയറിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മീൻസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് എ മെസ്സേജ് ഫ്രം വൺ ലെയർ ടു അനദർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താ നമുക്ക് അറിയേണ്ടത്? ഈ ഒരു ലെയർഡ് ആർക്കിടെക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ രണ്ട് ഇംപ്ലിമെന്റേഷൻ ആണ് നടന്നിട്ടുള്ളത്. ഒന്ന് ISO OSI മോഡൽ, ദെൻ സെക്കൻഡ് വൺ ഇസ് TCP/IP മോഡൽ. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് നെറ്റ്വർക്ക് മോഡലുകളാണ്. ഈ രണ്ട് മോഡൽസും ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ക്ലിക്ക് ആയത് TCP/IP ആണെന്ന് മാത്രം. ഓക്കെ, പിന്നെ ISO OSI മോഡൽ എന്ന് പറയുന്നത് ഒരു കൺസെപ്ഷ്യൽ മോഡലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ TCP/IP എന്ന് പറയുന്നത് ഇപ്പോഴും ഉപയോഗിക്കുന്ന ഏറ്റവും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മോഡൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ISO OSIയും TCP/IPയും തമ്മിലുള്ള മേജർ ഡിഫറൻസും അതിന്റെ സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം. അതിനുശേഷം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കൂടുതൽ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ISO OSI മോഡലും അതുപോലെ തന്നെ TCP/IP മോഡൽ ഇതിന്റെ രണ്ടിന്റെ ഒരു ഓവർവ്യൂ മാത്രം പറഞ്ഞിട്ട് പോകാം. ഓക്കെ, അപ്പൊ ISO OSI മോഡലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ എക്സ്പാൻഷൻ ആണ്. OSI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ എന്നാണ്. ഇത് ഡെവലപ്പ് ചെയ്തതാണ് ISO എന്ന് പറയുന്നത്. ISO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ള ഒരു സംഘടനയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 73 ആ ഒരു ടൈമിലാണ് ഇതിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ആവുന്നത്. ഏതാണ്ട് 84 ആയപ്പോഴത്തേനും ഇത് ഓൾമോസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിനകത്ത് വരുന്നത് 7 ലെയേഴ്സ് ആണ്. 7 ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലെയറിലായിട്ടുള്ള ഫിസിക്കൽ ലെയറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന 7 ലെയേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഹാർഡ്വെയറുമായിട്ട് ഡീൽ ചെയ്യുന്ന 3 ലെയേഴ്സും സോഫ്റ്റ്വെയർ ആയിട്ട് ഡീൽ ചെയ്യുന്ന 3 ലെയേഴ്സും. പിന്നെ ഇതിന് രണ്ടിന്റെയും മിഡിലായിട്ട് ഹാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ഫിസിക്കൽ ലെയറിന്റെ മെയിൻ ഡ്യൂട്ടി ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് ബിറ്റ് സ്ട്രീമിംഗ്, അതുപോലെ തന്നെ ഫിസിക്കൽ മീഡിയം, അതായത് ഡിവൈസുകളായിട്ടുള്ള കണക്ഷൻ എല്ലാം വരുന്നത് ഫിസിക്കൽ ലെയറിനകത്താണ്. അതിന്റെ തൊട്ട് മേലെയുള്ള ലെയർ ആണ് ഡേറ്റ ലിങ്ക് ലെയർ. ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എറർ ഡിറ്റക്ഷൻ, ഫ്ലോ കൺട്രോൾ, അതുപോലെ ഫിസിക്കൽ ലിങ്കിനകത്ത് വരുന്ന ഫ്ലോ കൺട്രോളും എറർ ഡിറ്റക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ അതിന്റെ എബവ് ആയി കിടക്കുന്ന ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിനകത്ത് വരുന്നത് സ്വിച്ചിങ്, റൗട്ടിങ് പോലെയുള്ള ഫംഗ്ഷൻസ് എല്ലാം ചെയ്യുന്ന നെറ്റ്വർക്ക് ലെയറിനകത്താണ്. ഇത് കൂടാതെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്, നമ്മൾ മേജർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് എറർ കൺട്രോൾ ആണ്. ദെൻ സെഷൻ ലെയർ എന്ന് പറയുമ്പോൾ വരുന്ന ഡാറ്റയെ സെഷൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഓതന്റിക്കേഷൻ, പെർമിഷൻ എന്ന് വെച്ചാൽ സെക്യൂരിറ്റിയാണ് ഇൻഡയറക്ട്ലി സെഷൻ ലെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ പ്രസന്റേഷൻ ലെയറിലോട്ട് പോകുമ്പോൾ എൻക്രിപ്ഷൻ, അതായത് ഡാറ്റയെ ഒന്നും കൂടി എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെയർ യൂസ് ചെയ്യുന്നത്. എൻക്രിപ്ഷനും കംപ്രഷൻ, കോഡിംഗ്, അതായത് വൺസും സീറോസിന്റെ കോഡിംഗ് എല്ലാം വരുന്നത് പ്രസന്റേഷൻ ലെയറിലാണ്. പിന്നീട് വരുന്നതാണ് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിനകത്ത് വരുന്ന ഇന്റർനെറ്റിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിനകത്തായിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ISO OSI മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. ഓർത്ത് വെക്കുക, ഇതൊരു കൺസെപ്ഷ്യൽ മോഡൽ മാത്രമാണ്. അങ്ങനെയായിട്ട് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു ISO OSI മോഡൽ എന്നുള്ളത്. പിന്നീട് വരുന്നതാണ് TCP/IP. TCP/IP എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം വരുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പ്ലസ് ഒരു പ്രോട്ടോകോളും കൂടി വരുന്നുണ്ട്, ഇന്റർനെറ്റ്
ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇത് രണ്ടും കൂടി കമ്പൈൻ ആയിട്ടാണ് TCP/IP വരുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ARPANET എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്കിംഗ് പറയുന്ന സമയത്ത്. അപ്പൊ ARPANET ആണ് TCP/IP ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും 73 ആ ഒരു ടൈമിലാണ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ആയത്. ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത് 90s-ലാണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് വരുന്നത് മെയിൻ ആയിട്ട് 4 ലെയേഴ്സ് ആണ്. അപ്പോൾ നമ്മളുടെ ഈ ISO OSI മോഡലിനകത്ത് വരുന്ന ചില ലെയേഴ്സുകൾ സ്കിപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള പല ഫംഗ്ഷനാലിറ്റീസും ഇതിൽ വരുന്ന ലെയേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ലെയർ വരുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. ആപ്ലിക്കേഷൻ ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടു അലോ ആക്സസ് ടു നെറ്റ്വർക്ക് റിസോഴ്സുകൾ, നെറ്റ്വർക്ക് റിസോഴ്സിലുള്ള ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ലെയർ. ഓൾമോസ്റ്റ് ഇവിടുത്തെ ആപ്ലിക്കേഷൻ ലെയർ ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിന് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലെയറിലോട്ട് വരുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ. രണ്ടും സെയിം ഫംഗ്ഷനാലിറ്റീസ് ആണ് രണ്ട് മോഡലിനകത്തും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രോസസ് ടു പ്രോസസ്, മെസ്സേജ് ഡെലിവറി, എറർ കൺട്രോൾ എല്ലാം ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറിനകത്താണ്. അതുപോലെ തന്നെ അടുത്ത ലെയർ ആണ് ഇന്റർനെറ്റ് ലെയർ. ഇവിടെ ഇന്റർനെറ്റ് ലെയർ, ഇവിടെ വരുമ്പോൾ നെറ്റ്വർക്ക് ലെയർ ആണ്. ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ഫംഗ്ഷനാലിറ്റീസ് ആണ് ചെയ്യുന്നത്. ടു മൂവ് പാക്കറ്റ്സ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നതെല്ലാം ഇന്റർനെറ്റ് ലെയറിനകത്താണ് വരുന്നത്. ദെൻ അടുത്ത ലെയർ ആണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് കൺട്രോൾ ഹാർഡ്വെയർ കോമ്പണന്റ് ഓഫ് ദി നെറ്റ്വർക്ക്. ഓൾമോസ്റ്റ് നമ്മൾ ഫിസിക്കൽ ലെയറിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ലെയറിനകത്താണ്. ഓർത്ത് വെക്കാൻ നമ്മൾ ലെയർ എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് ലെയർ ഓൺവേർഡ്സ് ആണ് സാധാരണ കൺസിഡർ ചെയ്യാറ്. അതായത് താഴത്തെ ലെയറിന് ഫസ്റ്റ് ലെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ISO OSI മോഡലിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ TCP/IP കുറിച്ചും നമുക്ക് ഓവർവ്യൂ മാത്രം പറഞ്ഞു പോവാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് എന്താണ് ലേയേർഡ് ആർക്കിടെക്ചർ എന്നുള്ളതാണ്. അപ്പൊ ലേയേർഡ് ആർക്കിടെക്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വർക്കിംഗ് ഓൾമോസ്റ്റ് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന 3 ഫണ്ടമെന്റൽ കോമ്പണൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു. അതായത് സർവീസസ് എന്താണ്, പ്രോട്ടോകോൾസ് എന്താണ്, അതുപോലെ തന്നെ ഇന്റർഫേസ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നു. അത് വെച്ചുകൊണ്ടുള്ള 2 മോഡൽസ് ആണ് TCP/IP-യും ISO OSI മോഡലും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ISO OSI മോഡലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.